ലാബിലെ പരിശോധനാ ഫലം മാറിയതറിയാതെ ഇല്ലാത്ത അസുഖത്തിന് ഉഴമലയ്ക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാകുമാരിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നത് 1 മാസത്തോളം. തിരുവനന്തപുരം ഉള്ളൂരിലുള്ള DDRCക്കാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. എന്നാൽ തെറ്റ് സംഭവിച്ചിട്ടും നിസ്സാരമായാണ് ജീവനക്കാർ പെരുമാറിയത് എന്ന് ലതാകുമാരി പറയുന്നു. ഇല്ലാത്ത തൈറോയിഡിന് മരുന്ന് കഴിച്ചതിന്റെ പാർശ്വഫലം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ലതാകുമാരി ഇപ്പോൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനു സമീപം ഉള്ളൂരിലുള്ള DDRC നൽകിയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്ത തൈറോയിഡിന് 1 മാസമായി മരുന്നു കഴിക്കുകയായിരുന്നു ലതാകുമാരി. ലതാകുമാരിക്ക് ലാബിൽ നിന്ന് നൽകിയ റിസൾട്ടിന്റെ 2ാം പേജ് മറ്റൊരാളുടേതായിരുന്നു. ലതാകുമാരിയോ പരിശോധിച്ച മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരോ മറ്റൊരാളുടെ മെഡിക്കൽ റിപ്പോർട്ടാണിതെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. മരുന്നിന്റെ പാർശ്വഫലം കൊണ്ട് ശരീരമാകെ നീരുവച്ചു, നടക്കാനും ബുദ്ധിമുട്ടായി. ബില്ല് എടുത്തിയെന്ന് അപ്പോഴാണ് ആ ബില്ലിൽ അനീഷ് എന്നാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ പേര് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അനീഷിൻ്റെ റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതും പ്രകാരമാണ് എനിക്ക് തൈറോയിഡില്ല, തൈറോയിഡിൻ്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ എനിക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടി അതിന് ചികിത്സിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ചികിത്സാ പിഴവ് കാരണം കൈ അത്രയും നീരായി, കാല് 2 ഭയങ്കര നീരായി. ഇപ്പം നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ശ്വാസം മുട്ടല്. പരിശോധനയ്ക്കായി വീണ്ടും എത്തിയപ്പോഴാണ് ലതാകുമാരിയുടെ ലാബ് റിപ്പോർട്ട് മാറിയത് ജീവനക്കാരും അറിയുന്നത്. എന്നാൽ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ലാബ് ജീവനക്കാർ ശ്രമിച്ചതെന്ന് ലതാകുമാരി പറയുന്നു. ഞങ്ങളെ റിസൾട്ട് തരാതെ മറ്റൊരാളുടെ റിസൾട്ട് വെച്ചാണ് ചികിത്സ നടത്തിയത്. ഇന്ന് നിയമവുമില്ല, ഞങ്ങൾക്ക് നിയമമല്ല, ഒന്നുമില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പരാതിപ്പെടാൻ ചെല്ലുന്നപ്പോൾ അവിടുത്തെ CI ഷാഫി എന്ന് പറയുന്ന CI വളരെ മോശമായിട്ടാണ് ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത് ചെന്നതുപോലെയാണ് ഞങ്ങളുടെ പെരുമാറിയത്. അത്രയും മോശമായിട്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വന്നോ, ഡോക്ടറെ കുറിപ്പുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഡോക്ടറെ കുറിപ്പില്ല, എല്ലാ റിസൾട്ടും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അന്ന് എടുക്കണതും പിന്നീട് എടുത്തതും ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർ തന്ന റിസൾട്ട് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് നോക്കാം. നിങ്ങൾക്ക് പരിശോധിച്ചതിൻ്റെ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ ഞങ്ങൾ കേസ് എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ച് മറിച്ചു വിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. DDRCക്കാർ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി? അത് റിസപ്ഷനിൽ ഇരുന്ന കുട്ടിയിലെ കുറ്റമാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് കൈയൊഴിഞ്ഞ്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിൽ ലതാകുമാരി പരാതി നൽകി. ആരോഗ്യവകുപ്പിനെയും സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.